എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളടുത്ത് പ്രോമിസ് ചെയ്ത പോലെ തന്നെ ഒരു നല്ല നാടൻ കാച്ചെണ്ണയുടെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇതിന് മുൻപ് ഒരു കാച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ ദുബായിൽ വെച്ചിട്ട് അതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിരുന്നു. അത് നമ്മുടെ ചെറിയുള്ളിയും അതുപോലെ തന്നെ കറ്റാർവാഴയൊക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് കറ്റാർവാഴ കാക്കയൊക്കെ നമ്മൾ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ മാത്രം അവൈലബിൾ ആയിരിക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ മുത്തശ്ശിമാരും അമ്മൂമ്മമാരൊക്കെ ചെയ്യുന്ന പാരമ്പര്യമായി ചെയ്തു വരുന്ന ഒരു കാച്ചിയെണ്ണ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് സ്ഥിരമായിട്ട് തേക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മുടി ഇടതൂർന്ന് വളരാനും അതുപോലെ തന്നെ കറുപ്പ് നിറമാവാനും നല്ല നീളം വെക്കാനൊക്കെ സഹായിക്കും. പക്ഷേ നമ്മുടെ മുടി കൊഴിച്ചിൽ പല കാരണങ്ങളുണ്ട്. അപ്പം എല്ലാ രീതിയിലുള്ള മുടി കൊഴിച്ചിൽ ഇത് എഫക്റ്റീവ് ആവില്ല. അതായത് പോലെ ഹോർമോൺ ഇംബാലൻസ് കാരണമോ അല്ലെങ്കിൽ തൈറോയിഡ് കാരണം അങ്ങനെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ അത് കാരണം മുടി കൊഴിച്ചിലുള്ളവർക്ക് ചിലപ്പോൾ എഫക്റ്റീവ് ആവണമെന്നില്ല. അല്ലാതെ തന്നെ നമ്മുടെ ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കാരണം എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം മാറി കുളിച്ചുകൊണ്ട് അങ്ങനെ പല രീതിയിൽ മുടി കൊഴിയുമല്ലോ. ചെറിയ കുട്ടികൾക്കും അങ്ങനെ അവർക്കൊക്കെ നല്ല എഫക്റ്റീവാണ്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ നല്ലോണം മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എണ്ണയൊക്കെ തേച്ചാണ് നമ്മൾ കുളിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവരും തയ്യാറാക്കി നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളവർ തയ്യാറാക്കി നോക്കുക. അപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ തയ്യാറാക്കി നമുക്ക് കൊടുത്തു വിടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പാരമ്പര്യ രീതിയിലുള്ള എണ്ണ കാച്ചാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ആദ്യം എണ്ണ കാച്ചാൻ തുടങ്ങുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചെടികൾ എന്താണ്, എന്തൊക്കെ സസ്യങ്ങളാണ് ഇതിലേക്ക് വേണ്ടതെന്നുള്ളത് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ അത്ര കാര്യമായിട്ടില്ല. കുട്ടമ്പായി പിന്നെ ഇവിടുത്തെ ഡ്രൈവർ ചേട്ടനൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പോയി പറിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പൂവാങ്കുറിഞ്ഞി എന്ന് പറയാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനൊരു ചെറിയ പൂവുണ്ടാവും, വയലറ്റ് കളറിലുള്ള പൂവുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇല ഇരിക്കുന്നത് കേട്ടോ. പൂവാങ്കുറിഞ്ഞിനെ പറയാ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം വേണ്ടതാണ്. ഇതിന്റെ ഇല മാത്രം എടുത്താൽ മതി, പൂ എടുക്കാൻ പാടില്ല, തണ്ടൊന്നും എടുക്കരുത്. അപ്പോൾ ഇല മാത്രം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറിച്ച് എടുത്ത് വെക്കുക കേട്ടോ. ഒരു കൈപ്പിടിയാണ് എല്ലാം ഞാൻ എടുക്കുന്നത്. ഞാൻ എടുക്കാൻ പോകുന്ന എല്ലാ സസ്യങ്ങളും ഇതിന്റെ അളവ് എന്ന് പറഞ്ഞ ഒരു കൈപ്പിടിയാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കഞ്ഞുണ്ണിയാണ്. കഞ്ഞുണ്ണി എന്ന് വെച്ചാൽ പണ്ടൊക്കെ പാടത്ത് നിറയെ ഉണ്ടാവുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോഴൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ വന്ന സമയം ഡിസംബർ മാസമല്ലേ, പിന്നെ ജനുവരി ആയിപ്പോൾ. അപ്പോൾ പല സ്ഥലത്തും ഇല്ല അത്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടാണ് അത് കയ്യിൽ കിട്ടിയത്. അപ്പോൾ കഞ്ഞുണ്ണി ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇല മാത്രം എടുക്കുക. അത് നമുക്ക് ഒരു കൈപ്പിടി എടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തൃത്താവാണ്, കൃഷ്ണതുളസിയാണ്. കൃഷ്ണതുളസി ഇതേപോലെ തന്നെ ഇല മാത്രം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക. രാമതുളസി നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. ഇത് വെണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് എപ്പോഴും കൃഷ്ണതുളസി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കൃഷ്ണതുളസിയുടെ ഇലയും നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 കറ്റാർവാഴയാണ്. ഇതിൻ്റെ കറ്റാർവാഴയുടെ മുള്ള് മാത്രം മാറ്റുക. ബാക്കി നമുക്ക് പച്ചക്കളർ ഉപയോഗിക്കാം. കാരണം നമ്മൾ എണ്ണ കാച്ചേണ്ടതല്ലേ, അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ഉള്ളിലത്തെ ഫ്ലഷ് മാത്രമല്ല ഈ പച്ചഭാഗം നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മുള്ള് മാത്രം മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇത് മുറിച്ചിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ കീഴാർനെല്ലിയാണ്. കീഴാർനെല്ലി നമ്മുടെ പറമ്പുകളിലൊക്കെ കിട്ടുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വീഡിയോൻ്റെ ബാക്കിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറമ്പിൽ നിന്ന് പറിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ മനസ്സിലാക്കാന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ ഇതും കുറച്ചും കൂടെ വേണം. ഇത് കുട്ടേട്ടൻ പറിക്കാൻ പോയിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ കിട്ടിയിട്ട് നമുക്കൊരു കൈപ്പിടി കീഴാർനെല്ലിയും കൂടെ റെഡിയാക്കി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പേരയുടെ ഇലയാണ്. പേരയുടെ ഇല നമുക്ക് ഒരു കൈപ്പിടി വേണം. ഇപ്പോൾ ഞാൻ ഇച്ചിരി പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചേച്ചി വീണ്ടും പറിക്കാൻ പോയിട്ടുണ്ട്. പേരയുടെ ഇല ഇതേപോലെ തന്നെ ഇല മാത്രം എടുത്ത് മാറ്റി വയ്ക്കാം. ഇതാണ് നീലമരി കേട്ടോ. ഞാൻ നീലമരിയുടെ പൊടി ഇട്ടിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ തലയിൽ തേക്കാനുള്ളത്. ഇപ്പൊ നീലമരിയുടെ ഫ്രഷ് ആയിട്ടുള്ള ഇലയാണിത്. അപ്പൊ ഇതാണ് നീലമരി കേട്ടോ. അപ്പൊ എല്ലാം റെഡി ആക്കിയതിനു ശേഷം ഞാൻ മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം എന്തൊക്കെ എടുത്തു എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്. നീലമരിയുടെ കായ കണ്ട, നീലമരിയുടെ കായ ഇതാണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലത്തെ വിത്ത് ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടാണ് അത് നീലമരി ചെടികൾ ഉണ്ടാവുക. ഇത് കുഴിച്ചിടാം അല്ലേ. അപ്പൊ ഇതാ ഞാനിവിടെ എല്ലാതും തനിയെ എടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് വന്നിട്ട് കഞ്ഞുണ്ണി. ഇതിൻ്റെയൊക്കെ പേര് ഞാൻ വേറെ മലയാളത്തിൽ പേരുണ്ടെങ്കിൽ ഇംഗ്ലീഷിൻ്റെ പേരൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ പല നാടുകളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഇതിനെ കഞ്ഞുണ്ണി എന്നാണ് പറയുന്നത്. പിന്നെ ഇത് കറിവേപ്പില. പിന്നെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പൂവാങ്കുരുന്നില. അപ്പുറത്തുള്ളത് പേരയുടെ ഇല. അതെല്ലാം തളിരിൽ എടുക്കണമെങ്കിൽ അത്ര നന്നായിരിക്കും കേട്ടോ. പിന്നെ ഇത് ആലോവേര. ഇത് നമ്മുടെ നീലമരി. നീലമരിയുടെ ചെടി കിട്ടാൻ വളരെ പ്രയാസമാണ് ഇവിടെ. അപ്പോൾ കുറച്ച് ദൂരെ പോയിട്ടൊക്കെയാണ് കുട്ടിയുടെ എടുത്തിട്ട് വന്നത്. പിന്നെ ഉള്ളത് കൃഷ്ണതുളസിയാണ്. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് കീഴാർനെല്ലി. കീഴാർനെല്ലി എനിക്ക് അധികം കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റംസും. പിന്നെ നമുക്ക് വേണ്ടത് കരിഞ്ജീരകം. കരിഞ്ജീരകം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് 2 ടേബിൾ സ്പൂൺ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചെറിയുള്ളി ചേർക്കാം.
ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഇതിൽ കൂടെ അരച്ചെടുക്കാം. അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ പൂവ് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് അതുപോലെ തന്നെ ചെത്തി ഉണ്ടല്ലോ, നമ്മുടെ മരുന്ന് ചെത്തി എന്ന് പറയും, അത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആ ചെമ്പരത്തിയും ചെത്തിയൊന്നും എനിക്ക് കിട്ടിയില്ല ഇവിടെ നോക്കിയപ്പോൾ, അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ ഉലുവ നിങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ അരച്ചെടുക്കാം. അപ്പോൾ നീലമരിയുടെ ഇതേപോലെയുള്ള ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ നേരിലുള്ള നീലമരി പൊടിയിൽ കുറച്ച് ചൂടാറിയ വെള്ളം ഒഴിച്ചതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ അരച്ചെടുത്താലും മതിയാകും. പക്ഷേ നീലമരിയുടെ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതുപോലെ തന്നെ എല്ലാത്തിനും പൊടി കിട്ടുകയാണെങ്കിൽ അത് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് മിക്സ് ചെയ്തിട്ട് നന്നായി എണ്ണ കാച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഫ്രഷ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലതായിട്ടുണ്ടാവുക. ഇത് ഇത്ര ഐറ്റംസാണ് എൻ്റെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ്. ഇത് വെച്ചിട്ടാണ് ഞാൻ എണ്ണ കാച്ചാൻ പോകുന്നത്. ഇത് എൻ്റെ അമ്മാമയും എൻ്റെ വല്യമ്മയൊക്കെ ഇതുപോലെയുള്ള എണ്ണയാണ് കാച്ചിക്കൊണ്ടിരുന്നിരുന്നത്. പണ്ടൊക്കെ ഇങ്ങനെ നിറയെ മുടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ദുബായിലൊക്കെ പോയി സെറ്റിലായതിനു ശേഷമാണ് മുടിയെല്ലാം കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയത്. വീണ്ടും ഞാൻ എണ്ണയൊക്കെ തേച്ച് എൻ്റെ മുടിയൊക്കെ വീണ്ടും പഴയ പോലെ തിക്കാക്കി മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. എന്നെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എണ്ണ കാച്ചാൻ തുടങ്ങാം. അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഐറ്റംസും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം അത് പിരിഞ്ഞെടുത്തിട്ട് ആ വെള്ളം ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് വറ്റിച്ചതിന് ശേഷമാണ് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കറ്റാർവാഴയില്ലേ, കറ്റാർവാഴ നിറയെ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ കറ്റാർവാഴ നന്നായിട്ട് അരച്ചെടുക്കുക. അതിലോട്ട് കുറച്ച് ഓരോ ഇലകളും ചേർത്ത് അരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തോളൂ. പച്ചവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. അത് ശ്രദ്ധിക്കുക. ചിലവർ കഞ്ഞിവെള്ളത്തിലും അരി കഴുകിയ വെള്ളത്തിലൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ കാരണന്മാർ അതൊന്നും ചെയ്തിരുന്നില്ല. ഞാൻ വെറും തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരച്ചിട്ട് ഒന്ന് പിഴിഞ്ഞതിന് ശേഷം കൊണ്ടുവരാം. പിഴിയാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു തുണി ഉണ്ടെങ്കിൽ തുണി കൂടെ പിരിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മറന്നുപോയി, നെല്ലിക്ക ഉണ്ട് കേട്ടോ. നെല്ലിക്ക പറയാൻ മറന്നതാണ്. നെല്ലിക്കയുടെ കുരു മാറ്റിയിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് അതിന് ശേഷം നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇതും കൂടെ ഇട്ട് അരച്ചിട്ട് കൊണ്ടുവരാം. ഞാനിപ്പോൾ കാണിച്ച എല്ലാ ഐറ്റംസും ഒരുമിച്ച് അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ തിളപ്പിച്ചാറിയ വെള്ളം 1 ഗ്ലാസ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ കറ്റാർവാഴ നന്നായി അരച്ചെടുത്തപ്പോൾ അതിൽ തന്നെ ചെറിയ വെള്ളം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ കുറേ ഇലകളെല്ലാം അരച്ചെടുത്തു. പിന്നെ അറിയാണ്ടായപ്പോഴാണ് കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അരച്ചെടുത്തത്. അങ്ങനെ മൊത്തത്തിൽ അപ്പോൾ നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് വറ്റിച്ചെടുത്താൽ മതി. ചെന്നൈയിൽ നമ്മളിത് കാച്ചിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേറെ എക്സ്ട്രാ വേണമെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ കഴിഞ്ഞ എണ്ണയിൽ ഈ ചെറിയുള്ളിയും ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം ചേർക്കാത്തത്. മാത്രമല്ല ചിലവർക്ക് ഉലുവയുടെയും അതേപോലെ ചെറിയുള്ളിയുടെയും ആ വാസന പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ചെറിയുള്ളിയും ഉലുവയും കൂടെ ചേർക്കാം. പക്ഷേ ഈ ഒരു വാസന ഒരു പ്രത്യേക വാസനയാണ്. അത് ചേർക്കുമ്പോൾ വേറെ എണ്ണയുടെ വാസന തന്നെ കംപ്ലീറ്റ്ലി മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ ഈ എണ്ണ ചെയ്യുമ്പോൾ ഈ രീതിയിൽ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. ചെറിയുള്ളിയൊന്നും ഞാൻ ചേർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ചിലവർ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ ഈയിടെ ആയിട്ടാണ് കാണുന്നത് മുരിങ്ങയുടെ ഇലയൊക്കെ ചേർക്കുന്നത്. നമ്മുടെ ചെറുപ്പത്തിലൊന്നും മുരിങ്ങയുടെ ഇലയൊന്നും ചേർക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ചേർക്കുന്നില്ല മുരിങ്ങയുടെ ഇല. വീട്ടിലുള്ള ഐറ്റംസ് അനുസരിച്ച് അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതായത് നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ കണ്ടന്റ് പോയതിന് ശേഷമാണ് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ അടപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടപ്പ് റെഡിയായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിച്ചു വെച്ചിരിക്കുന്ന ആ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുക്കണേ. അത്യാവശ്യം ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചൂടായിരിക്കുന്ന ചീനച്ചട്ടിയിലോട്ട് അതൊക്കെ ഒഴിക്കും. എന്നിട്ട് നമുക്കിത് പതുക്കെ വറ്റിച്ചെടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. വരണ്ടാച്ചാ ഉണ്ടാക്കണ്ട, കളക്കാൻ വരണ്ടോ എണ്ണ കാച്ച. ഇതിപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോൾ അടികട്ടിയുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഗ്യാസിൽ വെച്ച് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പറമ്പിൽ വെച്ച് നമ്മൾ നാട്ടിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറമ്പിൽ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചതാ. അതെ, എണ്ണ കാച്ചതിലും മധുരം. നമ്മൾ എണ്ണ കാച്ചുന്ന കാണാൻ വേണ്ടി അച്ഛനും വന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ താറാവും വന്നിട്ടുണ്ട്. അപ്പോൾ താറാവ് റോസ്റ്റാ. പാവങ്ങള് ഒറ്റങ്ങൾ അവിടെ ജീവിച്ചു കൊടുക്കട്ടെ. അത് കുറച്ചും കൂടെ ഒന്ന് വറ്റണം കേട്ടോ. ഈ വെള്ളത്തിൻ്റെ നമ്മളിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കറ്റാർവാഴയുടെ വെള്ളമായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ടാകും 1 ഗ്ലാസ് വെള്ളത്തോളം വറ്റി വരുന്ന സമയത്താണ് നമ്മളിതിലോട്ട് വെളിച്ചെണ്ണ ചേർക്കേണ്ടത്. വെളിച്ചെണ്ണയിലാണ് ഞാൻ എണ്ണ മുറുക്കുന്നത്. ചിലർ ചോദിക്കാറുണ്ട് മറ്റേ
എന്നിട്ടാണ് നല്ലെണ്ണയിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ. നല്ലെണ്ണയിൽ ചെയ്യാം, പക്ഷെ നമ്മൾ കേരള കാച്ചി എണ്ണ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേലും ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഇത് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിച്ച വെളിച്ചെണ്ണയാണ്, അപ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ മരുന്നിൻ്റെ ആ വെള്ളം അത്യാവശ്യം വറ്റിയിട്ടുണ്ട്. മാക്സിമം വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 ലിറ്റർ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തീ എപ്പോഴും മീഡിയത്തിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കാച്ചിയെടുക്കണം. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അപ്പം നിങ്ങൾക്ക് ഇതിലോട്ട് ചെമ്പരത്തി ഉണ്ടല്ലോ, ചെമ്പരത്തി വേണമെങ്കിൽ കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ചെമ്പരത്തി വെച്ചിട്ട് എണ്ണ കാച്ചിപ്പിടി എണ്ണയുടെ പച്ച കളർ നഷ്ടപ്പെട്ട പോലെ ഒരു ബ്രൗണിഷ് കളർ വന്നു. അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലോട്ട് ഒരു 5-6 ചെമ്പരത്തിയും കൂടി ഇടാം. ഇലയല്ല, ചെമ്പരത്തി പൂവ് കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റോളം ഇത് കാച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുക്കാൻ പോണ്. പൊട്ടുന്നു നോക്കാം. കണ്ടോ, ഇങ്ങനെ പൊട്ടും. ഒട്ടും തന്നെ വെള്ളമില്ലാണ്ട് ഇങ്ങനെ കരിഞ്ചീരകം പൊട്ടും. അപ്പോൾ കറക്റ്റാണ്. ചിലർ ഗ്രാമ്പ് ഇടും ഗോൾഡ് വരാതിരിക്കാനൊക്കെ. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഇത് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് കർപ്പൂരം. പക്ഷേ ഇത് നമുക്ക് അരിച്ചെടുത്തതിന് ശേഷം കർപ്പൂരം ഇട്ടാലും മതി, അല്ലെങ്കിൽ ഇതിലോട്ട് ഈ സമയത്ത് തന്നെ കർപ്പൂരം ഇടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കത്തിക്കാൻ ഉപയോഗിക്കുന്ന കർപ്പൂരമല്ല ഇടേണ്ടത്. പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതായത് നമ്മൾ ലഡ്ഡു ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന കർപ്പൂരില്ലേ, ആ സംഭവം കേട്ടോ. പച്ചക്കർപ്പൂരം നമുക്ക് അങ്ങനെ തന്നെ കുറച്ച് മതി. ഒരു ഇച്ചിരി നല്ല വിലയുണ്ട് പച്ചക്കർപ്പൂരത്തിന്. അത് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. നല്ല വാസന ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന എണ്ണേനെ പോലെ തന്നെ ഉണ്ടാവും. എന്നിട്ട് നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ തുണിയിൽ കൂടെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ അരിപ്പയിൽ കൂടെ അരിച്ചെടുത്താൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അതിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞിട്ട് അരിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത്ര നല്ല ചൂടല്ലേ, ഈ ചൂടത്ത് അരിച്ചെടുത്താൽ ശരിയാവില്ല. അപ്പോൾ ചൂട് ആറിയതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. എണ്ണയുടെ ചൂട് കംപ്ലീറ്റ് ആറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് അരിച്ചെടുക്കാം. ഒരു തുണി വെച്ചിട്ടാണ് ഞാൻ അരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ കൊറ്റൻ ഇതുപോലെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ശരിക്കും ഉമിക്കരിയുടെ പോലെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു മണൽപ്പരുവ് എന്ന് പറയുന്നത്. അതേസമയം ഓവറായിട്ട് കരിക്കാൻ പാടില്ല, അത് എപ്പോഴും ശ്രദ്ധിക്കണം. ചെന്ന ഒഴിച്ചതിന് ശേഷം 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. മറ്റേത് നമ്മൾ ഒഴിച്ചിരിക്കുന്ന പച്ചമരുന്നിൻ്റെ മിശ്രിതം കുറച്ച് തിക്കായി കിട്ടാനും ഒരു 20 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. മൊത്തം എണ്ണ കാച്ചാൻ എടുത്ത സമയം 40 മിനിറ്റിനോട് അടുപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, മൂത്ത് പോകരുത്. മൂത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ എണ്ണ ചെയ്ത് വെറും വേസ്റ്റ് ആവും. ഇതിൻ്റെ എല്ലാം സ്മെല്ലൊക്കെ നഷ്ടപ്പെട്ട് കരിഞ്ഞൊരു മണം വരും. അപ്പോൾ നല്ലൊരു വാസന വരികയും അതേപോലെ തന്നെ ഇതുപോലെ നല്ല മണൽപ്പരിവാവുന്ന സമയത്ത് വേണം നമ്മളിത് എടുക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ മറക്കരുത് കേട്ടോ. നല്ല പച്ചക്കളർ വന്നിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര മനസ്സിലാവുന്നില്ല. എന്നുള്ളൂ ഞാനൊരു കുപ്പിയിലോട്ട് പകർത്താം. നല്ല ഈ കയ്യിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എണ്ണയുടെ കളറ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കുപ്പികളിലായിട്ട് എടുത്ത് മാറ്റി വെക്കാം. നമ്മൾ 2-3 കുപ്പികളിലായിട്ട് എപ്പോഴും എടുത്ത് വെക്കണം. ഒരു കുപ്പിയിലായിട്ട് മാത്രം എടുത്ത് വെക്കരുത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ കുപ്പിയിലാക്കിയിട്ടും ബാക്കിയുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വേറെ കുപ്പിയിലാക്കി മാറ്റി വെക്കാം. ഞാനൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാച്ചി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ തണുപ്പായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്നാൽ പോലും ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് ഒരു സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. അതായത് ചൂടുവെള്ളത്തിൽ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് അതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പം ആവശ്യത്തിന് ഉപയോഗിക്കാം. പുറത്ത് വെക്കണമെങ്കിൽ ചിലപ്പോൾ ഒന്ന് കാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് കുറേ അധികം കൊണ്ടുപോകുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഈ ഒരു എണ്ണയെന്നുണ്ടെങ്കിൽ ഒരിക്കലും കേടായി പോകില്ല. ചെറിയൊരു അളവല്ലേ ഉള്ളൂ, 1 ലിറ്റർ എണ്ണയല്ലേ ഉള്ളൂ. കുപ്പികളിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യാൻ പോകണം. മഴ പെയ്യുന്നേക്കാൾ മുൻപായിട്ട് ഞങ്ങൾ ഇതൊന്ന് കുപ്പിയിലോട്ട് മാറ്റട്ടെ കേട്ടോ. എന്ത് ബനീന് അപ്പം ഇതുപോലുള്ള കുപ്പികളിലോട്ട് മാറ്റാട്ടോ. ഇതുപോലത്തെ കുപ്പിയൊന്നും ഇവിടെ കാണുന്നില്ല. അവിടെ ഉള്ള കുപ്പിയിലോട്ട് നമുക്ക് മാറ്റാം. ഞാനേ അരിച്ച സമയത്ത് വീഡിയോ എടുത്തപ്പോൾ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, അതങ്ങ് കട്ടായിപ്പോയി, നമുക്ക് വീഡിയോ കിട്ടിയില്ല. ഇതുപോലത്തെ തോർത്തിലാണ് കേട്ടോ ഞാൻ അരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒട്ടും തന്നെ ഗ്യാപ്പില്ലാത്ത നല്ല അടുപ്പത്തിലുള്ള ഇലകളുള്ള തോർത്തിൽ അല്ലെങ്കിൽ അരിക്കുക. അല്ലാന്ന് ചെയ്ത് മുണ്ടിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ ഭാഗം കട്ടായിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. എന്തിനാ അതിനരിക്കണ്ടെങ്കിൽ എന്തിനരിക്കുന്നത്? അരിച്ചതല്ലേ ഓൾറെഡി. ഇതാണ് വീണ സ്പെഷ്യൽ വെളിച്ചെണ്ണ. തലമുടി പനങ്കുല പോലെ വളരെ ഇങ്ങനെ നോക്കുമ്പോൾ കറുത്ത കളർ പോലെ തോന്നുന്നു. പക്ഷെ നല്ല ഡാർക്ക് പച്ച കളറാണ് കേട്ടോ ഇതിൻ്റെ കളറ്. അപ്പോൾ ഇതാണ് ഇത്രയും സിമ്പിളാണ്, അതേസമയം പവർഫുള്ളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മഴ വരുന്നേക്കാൾ മുൻപായിട്ട് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴൊന്നും എനിക്ക് വീഡിയോ ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇപ്പോൾ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ തേക്കുക. തേച്ചതിന് ശേഷം നാട്ടിലാണെങ്കിൽ താളി ഉപയോഗിച്ച് കഴുകിക്കളയുക, അല്ലെങ്കിൽ ഹെർബൽ ഷാമ്പു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ബേബി ഷാമ്പു ഉപയോഗിച്ചിട്ടോ നിങ്ങൾ വാഷ് ചെയ്താൽ മതി മുടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്.
മറക്കരുത്. ഇത് പറ്റാത്തവർ ആദ്യം തയ്യാറാക്കിയിരുന്ന കാച്ചെണ്ണ തയ്യാറാക്കി നോക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാനിങ്ങനെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടാട്ടൻ പറഞ്ഞു ഇവിടെ കഞ്ഞുണ്ണി ഉണ്ടെന്ന്. പാടത്തൊന്നും സാധനം ഉണ്ടാവും, ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കറ്റാർവാഴ. കറ്റാർവാഴ നമ്മുടെ വീട്ടിലുണ്ട്. കഞ്ഞുണ്ണി ഉണ്ടെന്ന് പറയുന്നത് നോക്കട്ടെ കേട്ടോ. പോയിട്ട് പറയണത് സത്യമാണോ ശരിയാണോ നുണയാണോ എന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. എങ്ങനെയാ പേര് വന്നത് കഞ്ഞുണ്ണിന്ന്? കഞ്ഞി കുടിക്കാത്തവരെ കഞ്ഞുണ്ണിന്ന് പേര് വന്നോ? ഇതാണ് കഞ്ഞുണ്ണി. ഇതാണ് നമ്മുടെ കഞ്ഞുണ്ണി കേട്ടാ. അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെടിയാണ് കഞ്ഞുണ്ണി. നമ്മൾക്ക് എണ്ണ കാശാൻ വേണ്ടി വരുന്നത്. എന്നിട്ടാ ഇത് നിലക്കാഞ്ഞരം. അതെന്തിനത്? ഇത് ഷുഗർ കുറയ്ക്കാനായിട്ടൊക്കെ പണ്ട് അരച്ച് കഴിക്കുന്നതാണ്. എന്നിട്ട് നിലക്കാഞ്ഞരം. കണകൊള്ളല്ലോ. ഇത് ചേട്ടൻ കഴിക്കാറുണ്ട്. എന്നിട്ട് ഇതിന് നല്ല പൂവൊക്കെ വരുന്നുണ്ടല്ലോ. ശരി, നിലക്കാഞ്ഞരം. ഞാൻ അതിട്ടാണ് അത് തലതേക്കുന്ന എണ്ണയ്ക്കുള്ളതല്ല കേട്ടോ. അത് കുട്ടാണ് പറഞ്ഞപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. എന്ത്? ഇതാണ് നമ്മുടെ പൂവാങ്കുറിഞ്ഞി. അപ്പൊ ഇതും നമുക്ക് വേണ്ടതാണ്. ഇത് നിങ്ങൾ മര്യാദക്ക് കണ്ടോട്ടാ. അതിന് പൂവുണ്ട്, ഒരു വയലറ്റ് പൂവൊക്കെ ഉണ്ട്. കുറ്റി ആർക്കും അറിയാം. അത് നമുക്ക് ചെടിക്ക് തലയ്ക്ക് വേണ്ടതല്ല. അപ്പൊ പൂവാങ്കുറിഞ്ഞി നമ്മുടെ വീട്ടിലുണ്ട്. അതേപോലെ തന്നെ കഞ്ഞുണ്ണി ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് വേണ്ടത് നീലമരി, പിന്നെ കീഴാർനെല്ലി. ഇത് കീഴാർനെല്ലിയാ. ചേട്ടാ, ഇത് കീഴാർനെല്ലി. കീഴാർനെല്ലി എങ്ങനെ കണ്ടുപിടിക്കാന്നറിയോ? ഇതിന്റെ താഴെ മണികൾ ഉണ്ടാവും. അപ്പൊ കീഴാർനെല്ലി നമുക്ക് വേണം കേട്ടോ. അപ്പൊ അതൊക്കെ കുറച്ചധികം വേണം. അതെല്ലാം നമുക്ക് പൊട്ടിക്കണം വേറെ സ്ഥലത്തുനിന്ന്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നാൽ. കുട്ടേട്ടൻ പാടത്തൊക്കെ പോയി പൊട്ടിച്ചിട്ട് വരും. നമ്മുടെ വീട്ടിൽ ഇതിന് ചെറിയ ചെറിയ അംശങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് കാണിച്ചു തരുന്നത്. ഇത് കല്ലുരുക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിവിടെ വരുമ്പോഴാണ് ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. ഇത് തലയിലത്തെ എണ്ണയ്ക്കുള്ളതല്ല. എന്നാലും ഇത് കണ്ടപ്പോ ഒന്ന് കാണിച്ചു തന്നു മാത്രം. ചെറിയ ചെറിയ മണിയുണ്ട്. എന്തായാലും ഓരോ ചെടികൾ നമുക്ക് പരിചയപ്പെടുത്തി തരാന്ന് വിചാരിച്ചു. ഓണാവുമ്പോഴേക്കും തുമ്പപ്പൂവൊന്നും കാണില്ല. പക്ഷെ ഈ സമയത്ത് നിറയെ തുമ്പപ്പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കും. തുമ്പപ്പൂ കാണുമ്പോൾ ഓണം വന്നൊരു പ്രതീതിയാ. വെള്ളച്ചാട്ടത്തിന് അടുത്ത് വീഡിയോ എടുക്കുന്നത് കറക്റ്റ് സമയം. ചേച്ചാ മോട്ടർ ഓഫ്